നമസ്കാരം, ഞാൻ സൂര്യ വാസൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC. തുടരുന്ന അന്വേഷണം. ബാർകോഴയിൽ മാണിക്യക്കുരുക്കുമായി വീണ്ടും തുടരന്വേഷണം. തിരുവനന്തപുരം വിജിലൻസ് കോടതി ഉത്തരവ് SP R സുകേശൻ നൽകിയ ഹർജിയിൽ മൂടിവെക്കപ്പെട്ട സത്യങ്ങളും നശിപ്പിക്കപ്പെട്ട തെളിവുകളും പുറത്തുവരണമെന്ന് വിജിലൻസ് കോടതി. കേസ് അട്ടിമറിച്ചത് വിജിലൻസ് മുൻ ഡയറക്ടർ ശങ്കർ റെഡ്ഡി എന്ന സുകേശൻ. അന്വേഷണത്തിലെ കണ്ടെത്തലുകളും തെളിവുകളും രേഖപ്പെടുത്തിയ കേസ് ഡയറിയിൽ കൃത്രിമം വരുത്താൻ നിർബന്ധിച്ചു. അന്വേഷണം കൃത്യമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെന്നും വെളിപ്പെടുത്തൽ. തുടരന്വേഷണ ചുമതല DYSP നജ്മൽ ഹസന്. ബാർ കേസിൽ ശക്തമായ അന്വേഷണം നടത്തുമെന്ന് ജേക്കബ് തോമസ്. അതേസമയം വിധിയെ സ്വാഗതം ചെയ്ത് KM മാണി. കേസിന് പിന്നിൽ തന്റെ രാഷ്ട്രീയ നിലപാടുകളോടുള്ള അസഹിഷ്ണുത. പ്രതികാര നടപടിയിലൂടെ കേരള കോൺഗ്രസിനെ തകർക്കാനാവില്ലെന്നും പ്രതികരണം. കരുനീക്കത്തിന് തിരിച്ചടി. മാണിയുമായി സഹകരണമാകാമെന്ന CPM നിലപാടിന് തിരിച്ചടിയായി വിജിലൻസ് കോടതി ഉത്തരവ്. തുടരന്വേഷണത്തിന് പിന്നാലെ നിലപാട് മാറ്റി കോടിയേരി. അഴിമതിക്കാരോട് കൂട്ടില്ലെന്ന് പ്രഖ്യാപനം. കോടതിയുടേത് ശരിയായ തീരുമാനമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേസ് അട്ടിമറിച്ച ശങ്കർ റെഡ്ഡിക്കെതിരെ ക്രിമിനൽ കേസെടുക്കണമെന്ന് VS. മാണിയുമായി സമരസപ്പെട്ടു പോകാൻ LDFന് ആകില്ലെന്നും പ്രതികരണം. മുന്നണി വിട്ടതുകൊണ്ട് മാണിക്ക് യാതൊരു ആനുകൂല്യവും ലഭിക്കില്ലെന്ന് കാനം രാജേന്ദ്രൻ. യൗവനയുക്തമായ സുന്ദരിയല്ല കേരള കോൺഗ്രസ് എന്നും CPI സംസ്ഥാന സെക്രട്ടറി. അതേസമയം അന്വേഷണത്തെ സ്വാഗതം ചെയ്ത രമേശ് ചെന്നിത്തല. മാണി കുറ്റക്കാരനാണോ എന്ന് ഇപ്പോൾ പറയാനാകില്ല. ഇക്കാര്യം കോടതി വിലയിരുത്തണമെന്നും പ്രതികരണം. കേസിൽ കാര്യക്ഷമമായ അന്വേഷണം നടക്കട്ടെ എന്ന് VM സുധീരൻ. മറുപടിയുമായി മുഖ്യൻ. തെരുവ് നായ്ക്കളെ കൊല്ലാൻ സർക്കാർ തീരുമാനിച്ചിട്ടില്ലെന്ന മുഖ്യമന്ത്രി. സെപ്റ്റംബർ 1 മുതൽ വന്ധ്യംകരണം നടപടികൾ തുടങ്ങും. തെരുവ് പ്രശ്നത്തിൽ സർക്കാർ നിയമനിർമ്മാണം നടത്തും. പിണറായിയുടെ വിശദീകരണം പ്രശാന്ത് ഭൂഷൺ അയച്ച മറുപടി കത്തിൽ. അതിനിടെ തലവരിപ്പണം വാങ്ങുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടിയെന്ന് മുഖ്യമന്ത്രി. തലവരി കൈപ്പറ്റുന്നത് അഴിമതിയായി കണക്കാക്കും. പണം കൊടുക്കുന്നതും വാങ്ങുന്നതും തെറ്റെന്നും പിണറായി വിജയൻ. വിധിയിലെ വിശദീകരണം. സ്വാശ്രയ മെഡിക്കൽ പ്രവേശനത്തിൽ അവ്യക്തതയെന്ന മുഖ്യമന്ത്രി. ആവശ്യമെങ്കിൽ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കും. ഇക്കാര്യത്തിൽ മാനേജ്മെന്റുകളുമായി ഏറ്റുമുട്ടലിനില്ലെന്നും പിണറായി വിജയൻ. കോടതി വിധിയെ തുടർന്ന് മെഡിക്കൽ സീറ്റുകൾ തിരികെ കിട്ടിയ സ്വാശ്രയ മാനേജ്മെന്റുകളുമായി തിങ്കളാഴ്ച സർക്കാർ ചർച്ച. പ്രവേശന മേൽനോട്ടത്തിൽ സർക്കാർ നിലപാട് കടുപ്പിക്കുമെന്നും സൂചന. മുഴുവൻ നടപടിക്രമങ്ങളും ജെയിംസ് കമ്മിറ്റിയുടെ കർശന നിരീക്ഷണത്തിൽ. സ്വാശ്രയ മെഡിക്കൽ മേഖലയിലെ മുഴുവൻ സീറ്റും ഏറ്റെടുത്തുകൊണ്ടുള്ള സർക്കാർ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത് ഇന്നലെ. അതേസമയം ഈ സീറ്റുകളിലേക്കുള്ള പ്രവേശനം നീറ്റ് പട്ടികയിൽ നിന്ന് മാത്രമേ ആകാവൂ എന്ന് കോടതി. തലവരിപ്പണം വാങ്ങുന്നില്ലെന്ന് ജെയിംസ് കമ്മിറ്റി ഉറപ്പാക്കാനും നിർദ്ദേശം. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2900 രൂപ, പവൻ 23,200 രൂപ. വെള്ളി ഗ്രാമിന് 51 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ ARMC, പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.